ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. സഹറാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കണ്ണൂർ സ്റ്റൈല് ദം ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദം ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയറും കമൻറ്റും പിന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്താനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനുകളൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റും കൂടിയാണ്. അതൊരു 1/2 ടീസ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ വലിയ പീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു കറി ബിരിയാണിൻ്റെ കുറച്ച് ചെറുതായിട്ടുള്ളൊരു പീസാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് അപ്പം തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിന് ഞാനിത് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സാധാ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാം ഓയിലാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ പാം ഓയിൽ വെച്ച് കൊടുക്കുന്ന ടൈമിൽ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊരിച്ചെടുക്കുന്ന ആ ഒരു ഇതിൽ പാം ഓയിൽ വെച്ചെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പാം ഓയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 കപ്പ് അരിയുടെ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ അതിൻ്റെ അളവിലുള്ള ആ ഒരു മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള സവാള എന്ന് പറയുന്നത് ആ ഒരു ചിക്കനിലേക്ക് കണക്കായിട്ടുള്ള ആ ഒരു സവാളയാണ്. ഇപ്പോൾ 4 സവാള ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഇനി സ്ലൈസ് ആയിട്ട് മുഴുവനായിട്ടും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ചിക്കൻ്റെയും അരിയുടെയും എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ട് എടുക്കട്ടാം. അപ്പോൾ എനിക്ക് ഈ ഒരു അരിയിലേക്ക് ഈ ഒരു ക്വാണ്ടിറ്റി കണക്കാണ് കേട്ടോ. അപ്പോൾ 4 സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കുക്കർ ദം ബിരിയാണി തന്നെ പേരിട്ടാൻ കാരണം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ഗ്രാമ്പു, 3-4 ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സവാള മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ 4 തക്കാളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മളെ പാർട്സ് ഉണ്ട് കേട്ടോ മസാലയിൽ, അത് പാർട്സിനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കിയതിന്. അപ്പോൾ വെന്ത് കിട്ടാൻ ടൈം ആയതുകൊണ്ട് തന്നെ 3 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ടൈമിലേക്കും വേറൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് സാധാ കോക്കനട്ട് ഓയിലും 1/2 kg ഗീയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പു പട്ട ഇവ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-5 ഗ്രാമ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു അരമുറി ചെറിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ട് എടുക്കട്ടോ. ഇനി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പിനാണ് കേട്ടോ ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഞാനെടുത്ത അരി എന്ന് പറയുന്നത് നമ്മുടെ കൈമ അരിയാണ് കേട്ടോ. കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് തിള ആ ഒരു രീതി നമുക്ക് അരി ഇതിലേക്ക് മുഴുവനായിട്ട് കഴുകി ഞാൻ ആദ്യമേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കഴുകി നല്ല രീതിയിൽ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് നല്ല രീതിയിൽ തിളച്ച് വരുന്ന ആ ഒരു ടൈം നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ജീരകശാല അരിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ പച്ചരി ഇതിലേക്ക് അത്ര നല്ലതല്ല, നല്ല അരി തന്നെ എടുക്കാൻ വേണ്ടി നോക്കട്ടെ. ഇത് കൈമയുടെ നല്ല ചെറിയ ഒരു അരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിയാണ്. അപ്പോൾ ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിലേക്ക് ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ കേട്ടോ. അതിലപ്പുറം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. 2 വിസിൽ മാത്രം മതി. 3 വിസിലായപ്പോൾ തന്നെ നമ്മുടെ മസാലയിൽ ഇതുപോലെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി പച്ചമുളക് ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, കാശ്മീരാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസൂരി മേത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയും 1 ടീസ്പൂണ് നമ്മുടെ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് വഴറ്റി പച്ചമുളക് മാറ്റിയെടുത്ത് അതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടായിട്ടുള്ളതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ മല്ലിയില മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഒരു കുറവില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ അപ്പുറത്ത് നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടി ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ മസാലയും എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ആ ഒരു ചിക്കൻ ഒന്ന് ആവി കയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കനിൽ ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ഇങ്ങനെ മസാല എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ മസാല ഒന്ന് പിടിച്ചിട്ടു കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചോറ് ആ ഒരു ടൈമിൽ 2 വിസിൽ വന്നപ്പോൾ തന്നെ ഞാനൊന്ന് തുറന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചോറ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അടിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിൽ ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഇതുപോലെ ചോറ് മുഴുവൻ പകുതി ചോറ് ഞാൻ ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തിലും ദമ്മൊക്കെ ഇങ്ങനെയാണ് ഇടുക. അപ്പോൾ പകുതി ചോറ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അടിഭാഗം മുഴുവനും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഇനി കുക്കറിൽ തന്നെയാണ് കേട്ടോ ദമ്മിട്ടിട്ട് എടുക്കുന്നത്. അതാണ് ഞാൻ ഇതിൽ നിന്നും പകുതി ചോറ് അതിൽ നിന്നും കോരി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഗരം മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലെവലാക്കിയ ശേഷം ഇനി അതിലേക്ക് നമ്മുടെ മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കാര്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മസാലയിൽ. കാരണം നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു മസാല നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ആ ഒരു ചോറില്ലേ പകുതി ചോറ് അതിലേക്ക് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു കുക്കർ എന്ന് പറയുന്നത് 1 കിലോ 2 കിലോ വെക്കുന്ന ഒരു കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ ടൈമിൽ നമുക്ക് അർക്കിജിനി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനന്ന് വിട്ടുപോയതാണ്. ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഒരു കുറവൊന്നുമില്ല. എങ്കിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക, പുതിനയിലയും. അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് വേണ്ട കേട്ടോ. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ വിസിൽ ഇടാതെ തന്നെ ആ വിസിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആവി ഇതിലേക്ക് വരുന്ന നമ്മുടെ ആ ഒരു ആവി വരും കേട്ടോ. ആ ഒരു വിസിലിൻ്റെ ആ ഒരു മേലിൽ നിന്ന് ആ ഒരു ടൈമിൽ നമുക്ക് കുക്കറൊന്ന് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദമ്മൊക്കെ പിടിച്ച് നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിക്ക് പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. നല്ല അടിപൊളിയായിട്ട് ഞാനിനെ കോരിയിട്ട് അപ്പം തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ഈ ചൂടോട് കൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചൂട് തണിഞ്ഞാൽ ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണി, ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ടത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നോമ്പ് കാലത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ എന്ന് പറയണ്ടേ ഇളക്കിയും പിടിച്ചും അങ്ങനെ ഒന്നും ടൈം വേസ്റ്റ് ആക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ എന്താ പറയുക വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിലേക്കുള്ള നല്ലൊരു പെർഫെക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ കുക്കറിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അളവും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ ആ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തൈരും പിന്നെ അച്ചാറും കൂടിയിട്ടാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിരുന്നുകാരോ അങ്ങനെ കുട്ടികൾക്കോ ആര് വന്നാലും പെട്ടെന്ന് തന്നെ അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ
അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി എനബിൾ ചെയ്യാൻ കൂടി മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരും. അപ്പം എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.